ജിസസ് കോക്ക് കങ്കുവ സിരുത്തെ ശിവയുടെ കങ്കുവ തനിക്ക് എന്തുവാ. ഇതുപോലൊരു ഊമ്പിയ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ മേഖല, ഇതിൻ്റെ സ്ക്രിപ്റ്റ് എൻ്റെ പൊന്നോ, ഇതെന്തോ എഴുതി വെച്ചേക്കുന്നത്, എന്താണ് പടം കണ്ടു കഴിഞ്ഞിട്ട് പോലും എന്താണ് ഉദ്ദേശിച്ചത് നമ്മുടെ സിരുത്തെ ശിവ എന്ന് മനസ്സിലായിട്ടില്ല. ഏറ്റവും പരിതാപകരമായ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ നടിപ്പിൻ നായകൻ എത്ര മോശം സിനിമയിൽ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിനയം വല്ലാതെ മോശമാറില്ല. ആകെ അദ്ദേഹം മുക്കി എന്ന് പറയുന്നത് സിംഗം സീരീസിൽ മാത്രമാണ്. പക്ഷേ ഇതിലുള്ള മുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈദ പൊറോട്ടയും ബീഫ് ഫ്രൈയും ചിക്കൻ പാർട്സും കൂടെ ഒരുമിച്ച് കഴിച്ചിട്ട് പിറ്റേന്ന് പോയാൽ പോലും ഇതുപോലെ മുക്കൂല. അതുപോലത്തെ മുക്കൽ, ഡയലോഗ് ഡെലിവറി വളരെ മോശം, അലർച്ച, വെറും അലർച്ച, ക്രാ 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 ക്രാ. സൂര്യണ്ണ അലറിക്കൊണ്ടിരിക്കുക, ഫുൾ ടൈം അലറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ VFX ഭയങ്കര മോശം. VFX 3D ആണ്. രാവിലെ 4 മണിക്ക് പോയിട്ട് 5 മണിക്കാണ് പടം തുടങ്ങിയത്, അത് തന്നെ അവലക്ഷണം. അങ്ങനെ എല്ലാം കൂടെ ഈ സിരുത്തെ ശിവയ്ക്ക് എന്താണ് ഇദ്ദേഹത്തിൻ്റെ കുഴപ്പം എന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ രാവിലെ പോയ ആളുകൾക്ക് ഇതിനി പടം കണ്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇയാളെ സമ്മതിക്കില്ല. DSP റോക്ക് സ്റ്റാർ എന്നൊക്കെയാണ് DSP ദേവിശ്രീ പ്രസാദ്. വല്ലാത്ത ജാതി വെറുപ്പിക്കൽ സ്കോറിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ വല്ലാത്തൊരവസ്ഥ തന്നെ സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സിരുത്തെ ശിവ ആൻഡ് ടീം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ടീമ ബിനീഷ് ബാസ്റ്ററും കൂടെ ചേർന്നിട്ടാണ് ഇത് സംവിധാനം ചെയ്തതെന്ന് തോന്നുന്നത്. സിനിമയുടെ ആരംഭം കാണിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1970. ഏതോ ഒരു മുതുകിളവി കിടന്ന് എന്തൊക്കെയോ പിച്ചും പെയും പറയുന്നു. അമ്പിളി മാമനെ കാണിച്ച അങ്ങനെ മനുഷ്യൻ്റെ കഥ ബന്ധം എന്നെല്ലാം പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിച്ചു. അതിനുശേഷം പ്രസൻറ്റ് ടൈമിലേക്ക് വരിക 2024 റഷ്യയിലെങ്ങാണ്ടുള്ള ഏതോ ഒരു അജ്ഞാത ഈ പരീക്ഷണം നടക്കുന്ന ഈ ജെനറ്റിക്സിൻ്റെ മറ്റെന്തൊക്കെയോ പരീക്ഷണം നടക്കുന്ന എന്തോ ഒരു സ്ഥലം, കുറേ കുട്ടികളെ പിടിച്ച് അതിനകത്ത് പൂട്ടിയിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു വ്യാളിച്ചക്കൻ കണ്ടത്തിൽ കൂടി ഇറങ്ങി ഓടുകയാണ്. അതാണ് സിനിമ തുടങ്ങുന്നത്. അവിടെ നിന്ന് ചെക്കൻ ഓടി, പിന്നെ ചെക്കൻ്റെ വെറുപ്പിക്കൽ ഉടനെയുള്ള ഇതുപോലത്തെ ഒരു വെറുപ്പിച്ചക്കൻ, കറക്റ്റ് ഒരു വേട്ടാവളിയും ചെക്കൻ. ആ ചെക്കനാണ് ഈ സിനിമയിൽ ഏറ്റവും വലിയ വെറുപ്പിക്കൽ. ഈ ചെക്കൻ ഓടിയ ഓട്ടക്കം, പിന്നെ അവിടെ കിടന്നിട്ട് പിന്നെ കാണിക്കുന്നത് സൂര്യയുടെ പ്രസൻറ്റുള്ള കഥാപാത്രം ഫ്രാൻസിസ് എന്ന് പറഞ്ഞിട്ട് സൂര്യൻ ഇതുപോലെ വെറുപ്പിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഈ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ കഥാപാത്രം യോഗി ബാബു ഉണ്ട്. യോഗി ബാബുവൊക്കെ എൻ്റെ പൊന്നോ, യോഗി ബാബു സൂര്യയും കൂടിയുള്ള ആദ്യത്തെ കുറച്ച് സമയം ഇറങ്ങിപ്പോകാൻ തോന്നിപ്പോയി. അതുപോലത്തെ ഉറപ്പിക്കൽ. സൂര്യ കോമഡി കാണിക്കുന്നു, പിന്നെ ഗോവയൊക്കെ കാണിക്കുന്നത് പിന്നെ KS രവികുമാറൊക്കെ ഉണ്ട് കളർഫുള്ളായിട്ട് ഗോവ. അമ്മേ ദിഷ പട്ടാണി ഓടി നടന്ന് ഉറപ്പിക്കൽ, ഇവരുടെ കോമ്പിനേഷൻ. പിന്നെ മറ്റേ കക്ഷി കിങ്സ്ലി, പുള്ളിയുടെ ഉറപ്പിക്കൽ. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ആദ്യത്തെ ഒരു അരമണിക്കൂർ യോളോ എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഉണ്ട്. യു ലീവ് ഓൺലി വൺസ് എന്നാ, മതിയായി, ഈ ജീവിതം മതിയായി, അതുപോലത്തെ സാധനമാണ് കണ്ടത്. അങ്ങനെ ഇട്ട് വെറുപ്പിച്ച് അപ്പം വിചാരിക്കും ഓക്കെ ഇതൊരു അപരാധമല്ലേ, സാരല്ല, നല്ല സാധനം വരാനുണ്ടല്ലോ, പഴയ സൂര്യ നമ്മൾ കങ്കു വരുമെന്ന് വെച്ചിരിക്കുന്ന സമയത്ത് കങ്കു വരുവാണ്. കങ്കുവിന് ഇൻട്രോ ആ സ്കോറൊക്കെ GSP ചെയ്ത് കൊള്ളാം. പക്ഷേ പിന്നെ എന്തുവാ ഇത് ഇയാൾ കാണിക്കുന്ന ഈ കങ്കുവയ്ക്ക് എന്താണ് പ്രശ്നം? ഈ വെറുപ്പിച്ചക്കൻ പിന്നെ ഭൂതകാലത്തിലുണ്ട്, പിന്നെ ഇവർ തമ്മിലുള്ള പരിപാടി എന്താ, ഒരു യാതൊരു ഇമോഷണൽ കണക്ഷനില്ല. എന്താണ് കങ്കുവ, തനിക്ക് എന്താ പ്രശ്നം എന്ന് മനസ്സിലായി. ഈ ചെക്കനായിട്ട് എന്തെന്നാണ് കങ്കുവ കാണിച്ച് കൂട്ടണേ? അത് എന്തിൻ്റെ ബേസാണ്? അതിൻ്റെ സ്റ്റോറി ഒന്നും കൺവിൻസിങ് അല്ല, ഇമോഷണലായിട്ട് ഒരു തരത്തിലും കണക്റ്റ് ആവുന്നില്ല. ഇങ്ങനെ കാട്ടുകൂടെ പോവുക, കുറേ ആന മുതല, ഇതെല്ലാം നിങ്ങൾ കണ്ടതാണ്. VFX എന്നൊക്കെ അടിയിൽ എഴുതി കാണിക്കുന്നുണ്ട്. ആന മുതല ഇങ്ങനെ, പിന്നെ കുറേ കാട്, കുറേ വള്ളി. പിന്നെ ഈ കങ്കുവിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ വടംവലിക്കാരനാണെന്ന് തോന്നുന്നു. എവിടെ കയറ് കണ്ടാലും കങ്കുവ തൂങ്ങിയിരിക്കും. എവിടെ കയറ് കണ്ടാലും. അടുത്ത വർഷത്തെ ഓണത്തിന് കുടുംബശ്രീയുടെ വടംവലി മത്സരത്തിന് കങ്കുവയെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡിൽ കങ്കുവ മാത്രം മതി. വടം കിട്ടിയോ കങ്കുവ വലിച്ചവിടെ നിൽക്കും. ഒരു ജാതി വലിയ കങ്കുവ. പിന്നെ റബ്ബർ തോട്ടത്തിനകത്ത് ഈ ചിരട്ടയില്ലേ പാലെടുക്കുന്നത്, അതിനകത്തൊക്കെ തീയിട്ടിട്ട് കയറ് വലിച്ച് വിടുക, എന്നിട്ട് എല്ലാവരും തെറിക്കുക. അതിന് കങ്കുവ അലറുക കിടന്നിട്ട്. സിനിമയുടെ ബിഗിനിങ്ങിൽ, അതായത് പ്രസൻറ്റ് ടൈം കാണിക്കുന്ന സമയത്ത് വേറെ 1-2 കാര്യം കൂടെ ഉണ്ട്. അതായത് സൂര്യയുടെ ഫ്രാൻസിസ് എന്ന് പറയുന്ന കഥാപാത്രം, അതുപോലെ തന്നെ നിഷ പഠാണിയുടെ ആഞ്ചലീന എന്ന് പറയുന്ന കഥാപാത്രം. ജോളിയങ്ങായി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ സൂയിസൈഡ് ചെയ്യും, അതുപോലത്തെ പരിപാടി ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അവരുടെ ലവ് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാശ് മുടക്കിയ ഇന്ത്യയിൽ ആര് കണ്ടാലും ഏത് ഡയറക്ടർ കണ്ടാലും വാപളക്കും എന്നൊക്കെ എണ്ണം തള്ളിയിട്ടുള്ള ഈ പടത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത് റീൽസിലുള്ള സാധനങ്ങൾ. ഒരു പടത്തിൽ കാണും അങ്ങനെ രാവിലെ തന്നെ പോയിട്ട് റീൽസിലെ സാധനം, അതേതോ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള
മോയെ മോയെ ദ ബോയ്സ്, അതുപോലെ തന്നെ കേരള വിസ്പർ, ഇതൊക്കെ വെച്ച് കാണിക്കുക. പിന്നെ പഴയത് കാണിക്കുക, വീണ്ടും ചെക്കൻ വരും. ചെക്കൻ്റെ മോന്തയ്ക്ക് നീല പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് അവതാറിലൊക്കെ ഉള്ള പോലെ. പിന്നെ പെറുമാച്ചി എന്ന് പറയാം ഇടയ്ക്കിടെ. പെറുമാച്ചി പറയുന്ന ഇതാണ് അവിടുത്തെ സ്ഥലം. അപ്പോൾ ഈ നറാച്ചി എന്നൊക്കെ പറയും പോലെ. അപ്പോൾ പെറുമാച്ചി. വില്ലൻ ബോബി ഡിയോളിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടമാണ്. പുള്ളിയുടെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് പുള്ളിയുടെ കണ്ണിങ്ങനെ, പുള്ളി ഇപ്പോൾ വല്ല അപസ്മാരം വന്ന് മറിഞ്ഞു കെട്ടി വീഴുന്നു വിചാരിക്കും, പക്ഷേ വീഴൂല. അങ്ങനെ പല്ലൊക്കെ എറിഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ കളിക്കുക. ഒരു ഗുണമില്ലാത്തൊരു വില്ലൻ. പടമേ പോക്കാണ്. പിന്നെ വില്ലൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പിന്നെ അതിനിടയ്ക്ക് ഈ കങ്ക പറഞ്ഞിട്ട് പിന്നെ കുറച്ച് സ്ത്രീകൾ ഏതോ മഞ്ഞുമലയിലൊക്കെ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ കിടന്നിട്ട് ഇങ്ങനെ വിളിക്കുക. അപ്പോൾ അണ്ണൻ ഇങ്ങനെ അങ്ങനത്തെ കട്ട്സൊക്കെ, അണ്ണൻ പ്രത്യക്ഷപ്പെടുന്നു, അണ്ണൻ മാഞ്ഞു പോകുന്നു, പ്രത്യക്ഷപ്പെടുന്നു. അതിനിടയ്ക്ക് അവരെന്തൊക്കെയോ ശബ്ദം ഉണ്ടാക്കും, അണ്ണൻ കൊള്ളൂതുന്നു, പിന്നെ എന്തൊക്കെയോ അപശബ്ദം ഉണ്ടാക്കുന്നു, അണ്ണൻ തിരിച്ച് അപശബ്ദം ഉണ്ടാക്കുന്നു, പിന്നെ ഈ പരുന്ത് പറക്കുന്നു. ഇതൊക്കെ തന്നെ. ഇതൊക്കെ എന്തിനാണ് കാണിക്കുന്നതെന്ന് പടം തീർന്നിട്ട് പോലും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അവസാനമൊക്കെ ആയപ്പോഴേക്കും ഈ പറഞ്ഞ അന്തകാലവും ഇന്തക്കാലവും ഒരുമിച്ച് കാണിക്കാൻ തുടങ്ങി. മനസ്സിലായില്ലേ? അന്തകാലം കാണിക്കുമ്പോൾ ഓക്കെ, ഒരു അപരാധം സഹിച്ചിരുന്നേക്കെന്ന് വിചാരിക്കുമ്പോൾ ഇന്തക്കാലം, പ്രസൻറ്റ് ടൈം, കാട്ടപരാധം. ഇത് പിന്നെ മാറി കാണിച്ച് നമ്മളെങ്ങനെ ഇട്ട് നമ്മളെ എങ്ങനെ ടോർച്ചർ ചെയ്യുന്ന പരിപാടിയാണ് സിറുത്തെ ശിവണ്ണ സ്വീകരിച്ചിരിക്കുന്നത്. അവസാനമായപ്പോഴൊന്നും പറയണ്ട, നിങ്ങൾ ട്രെയിലർ കണ്ടതായിരിക്കും. അണ്ണം പ്ലെയിൻ്റെ അകത്തേക്ക് കാക്ക പറ മയില് പറ എന്ന് പറഞ്ഞാൽ ബൈക്ക് പറത്തിയിട്ടൊക്കെ കയറ്റുക പ്ലെയിൻ്റെ അകത്തേക്ക്. പിന്നെ അണ്ണൻ ഊഞ്ഞാലിടുന്നു. അണ്ണൻ ഓൾറെഡി കമ്പവലിക്കാരനാണല്ലോ മറ്റേ ഭൂതകാലത്തിൽ. ഇപ്പോൾ അണ്ണൻ വന്നിട്ട് ഊഞ്ഞാലാടുക, ഫ്ലൈറ്റിൻ്റെ മുകളിൽ നിന്ന് ഊഞ്ഞാലാടുക. ഇങ്ങനത്തെ പരിപാടികൾ. പിന്നെ ഒരു ലോജിക്കും കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാൽ കൂടെ ആ വെറുപ്പിച്ചക്കല്ലേ, വെറുപ്പി ഭൂലോകം വെറുപ്പിച്ചക്കൻ അപ്പോഴും ഉണ്ട്. കണ്ണൊക്കെ പച്ച ലൈറ്റൊക്കെ വന്നിട്ട് ചക്കൻ എന്തൊക്കെയോ ഞാൻ മഖനെ എന്ന് പറഞ്ഞ എന്തോ പാട്ടോ കൊത്തലോ ഒക്കെ ഉണ്ട്. അങ്ങനെയാണ്. പിന്നെ അവസാനം രത്നാകരനുണ്ട് ഇതിനകത്ത്. രത്നാകരൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണും. രത്നാകരൻ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക, അനുഭവിക്കുക എന്നേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഒരുപാട് മലയാള സിനിമകളിലും മറ്റ് ഇന്ത്യൻ ഭാഷാ ചിത്രങ്ങളെ ചെയ്യുന്ന പോലെ ഇതിനുമുണ്ട് രണ്ടാം ഭാഗം വരാർ. ദീപാവലിക്ക് ഓർവേൻ. അപ്പം അണ്ണൻ്റെ തിരിച്ചു വരവ് കുറേ കാലമായി. ഇനിയും വെയിറ്റ് പണ്ണണം. അണ്ണൻ്റെ വരവ് ഇത്തിരി കൂടെ വൈകും എന്നാണ് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നണത്. ഹോൾ വളരെ പ്രതീക്ഷയോടെ കാണാൻ പോയി. ഒരു ശിഷ്ടവരാധം കണ്ട് മടങ്ങി വന്നിരിക്കുകയാണ്.